ഫോർട്ട് കൊച്ചിയിൽ ചീനവല വലിക്കുന്നതിനിടെ തട്ട് തകർന്ന് 7 വിദേശികൾ അഴിമുഖത്തേക്ക് വീണു. ഇവരെ ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷിച്ചു. വിദേശികളുടെ ബാഗുകൾ ഉൾപ്പെടെ നഷ്ടമായി. രാവിലെ 11 മണിയോടുകൂടിയാണ് ചീനവല വലിക്കാൻ എത്തിയ 7 വിനോദസഞ്ചാരികൾ ചീനവലയുടെ തട്ട് തകർന്ന് വെള്ളത്തിൽ വീണത്. കൊച്ചിയിലെ അഴിമുഖത്തോട് ചേർന്ന്, അതായത് കപ്പൽച്ചാലിനോട് ചേർന്ന് സജ്ജമാക്കിയുള്ള ചീനവലയുടെ തട്ട് തകർന്നാണ് വിനോദസഞ്ചാരികൾ വെള്ളത്തിൽ വീണത്. ആ ചീനവലയുടെ ഇരുഭാഗങ്ങളായി 2 ചീനവലകൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് വളരെ വേഗത്തിൽ എത്തി ഇവരെ രക്ഷപ്പെടുത്തിയത്. അതിൽ ഒരു മുതിർന്ന സ്ത്രീ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നിരുന്നു. ഇവർക്ക് നിസ്സാര പരുക്കുകളെ ഏറ്റിട്ടുള്ളൂ. ചില ഉരച്ചിലൊക്കെ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറുവള്ളത്തിലും അതോടൊപ്പം തന്നെ തെർമോക്കോളിലും ഒക്കെയാണ് ഇവർ ഈ വെള്ളത്തിൽ വീണവരുടെ അടുത്തേക്ക് എത്തിയത്. എന്തായാലും സമയബന്ധിതമായ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അല്ലെങ്കിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം ഈ കപ്പൽച്ചാലിനോട് ചേർന്ന സ്ഥലമായതിനാൽ നല്ല ആഴമുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. എല്ലാവരും ഇവിടെ ഇതാക്കി സഹകരിച്ച് റോപ്പൊക്കെ ഇട്ടും കയറ്റി വലിച്ച് കരയിലോട്ട് എത്തിച്ച ആൾക്കാരാണ്. അവരെ കയ്യിൽ നിന്ന് പോയേക്കടാന്ന് പറയാനായിട്ട് ഒരു മൊബൈലും പോയിട്ടുണ്ട്, ഒരു ഗ്ലാസും പോയിട്ടുണ്ട്. ഒരാൾ മുങ്ങിപ്പോയി. ഞാൻ ചെന്നാരം അയാളെ പൊക്കിയെടുത്ത്, ഞാൻ ചെന്നും കയറ്റ ഒരമ്മച്ചിനെ പൊക്കിയെടുത്ത്, പിന്നെ വേറെ ഒരാൾ നീന്താനറിയാത്ത ഒരാളെ തടിയിൽ പിടിച്ച് നിർത്തി. ഞാനിവിടുന്ന് ചാടി. ഒരാൾ പോയാൽ ഒരമ്മച്ചി വെള്ളത്തിൽ മുങ്ങി, മൂന്നാമത്തെ മുങ്ങിപ്പോയി. ലാസ്റ്റ് വെള്ളത്തിന്റെ അടിയിൽ നിന്നാണ് പൊക്കിയെടുത്തും കയറ്റി തൂണിന് വർഷങ്ങളായിട്ട് കിടക്കണ തേക്കിന്റെ കഷ്ണം 2 3 ഇട്ടേക്കണം, 4 ഇങ്ങനത്തെ തടി ഇട്ടേക്കണേ. കൃത്യമായ പരിശോധനകൾ വേണ്ടതാണ്. കാരണം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഇത് ചീനമല അവർ കാണാൻ വരും. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ചീനമല വലിക്കുമ്പോൾ അവരോടൊപ്പം കൂടുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ട് ആ ഒരു കൗതുകത്തിന്റെ ഭാഗമായിട്ട് അവർ വരും. പക്ഷേ ഇപ്പോൾ ഉണ്ടായ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടുതൽ ആളുകൾ അവിടേക്ക് കയറിയതാണ്, അല്ലെങ്കിൽ ആ ഭാരം താങ്ങാൻ കഴിയാതെ പലക ഒടിഞ്ഞതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന വേണം എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർ ഈ ചീനവല വലിക്കാൻ കൂടും. അത് അവരുടെ കൗതുകമാണ്. ആ എക്സ്പീരിയൻസുകൾ അനുഭവിക്കാൻ എത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഇതിന് കൃത്യമായ പരിശോധനകൾ ഉണ്ടാകട്ടെ. ജോയിസ് യാറിനൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.